മന്ത്രി കെ.ടി. ജലീലിന്റെ ഭാര്യയെ സ്കൂൾ പ്രിൻസിപ്പലായി നിയമിച്ച നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. വിസിൽ ബ്ലോവർ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി. നിയമനം ക്രമവിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. മന്ത്രി കെ.ടി. ജലീലിന്റെ ഭാര്യ എൻ.പി. ഫാത്തിമക്കുട്ടിയെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായി നിയമിച്ചത് ക്രമവിരുദ്ധമാണെന്ന ആരോപണം നേരത്തെ യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. ഫാത്തിമക്കുട്ടിയേക്കാൾ സീനിയോറിറ്റിയുള്ള വി.കെ. പ്രീതിയെ മറികടന്നാണ് നിയമനമെന്നും അതിനായി മന്ത്രി പദവി ദുരുപയോഗിച്ചെന്നുമാണ് ആരോപണം. നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിദ്ദീഖ് പന്താവൂർ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി ഫയൽ സ്വീകരിച്ച് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. നിയമനത്തിന്റെ ഇര അല്ലാത്തതിനാൽ പൊതുപ്രവർത്തകർക്ക് ഹർജി നൽകുന്നതിന് തടസ്സമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിസിൽ ബ്ലോവർ ആക്ടിലെ 4-ാം വകുപ്പ് പ്രകാരമുള്ള പൊതു താൽപര്യ ഹർജിയായി കോടതിയെ സമീപിച്ചത്. വിധി ഈ ഒരു പരാതിക്ക് പുറത്ത് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട ആക്ഷേപം ഹൈക്കോടതിയിൽ അതിൻ്റെ രേഖകൾ സഹിതം തെളിയിച്ച സാഹചര്യത്തിൽ, സമർപ്പിച്ച സാഹചര്യത്തിൽ മന്ത്രി പത്നിയുടെ നിയമനം റദ്ദ് ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. സീനിയോറിറ്റി കുറവാണെങ്കിലും അതേ സ്കൂളിലെ അധ്യയന പരിചയം അടിസ്ഥാനമാക്കിയാണ് നിയമനം നൽകിയെന്ന മന്ത്രിയുടെ വാദവും കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണവശാലും മുൻകാല വിദ്യാഭ്യാസ പരിചയം സീനിയോറിറ്റിയായി പരിഗണിക്കില്ലെന്നും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രമേ അതേ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മുൻകാല വിദ്യാഭ്യാസ പരിചയം പരിഗണിക്കൂ എന്ന് നിയമസഭാ രേഖകൾ തന്നെ പറയുമ്പോൾ ആ വാദവും സർക്കാരിൻ്റെ മന്ത്രിയുടെ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് യൂത്ത് കോൺഗ്രസ്. മീഡിയ 1 തിരുവനന്തപുരം.